അപ്പൊ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സർക്കിൾ എന്താണെന്നും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പുതിയ പുതിയ കുറച്ച് പേരുകളും ഒക്കെ പഠിച്ചിരുന്നു. അപ്പൊ ഇനി നമ്മൾ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് വരികയാണ്. അപ്പൊ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ എന്താ പറയണതെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ ഫസ്റ്റത്തെ കാര്യം, ഇവിടെ ഒരു സർക്കിൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്ക് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സപ്പോസ് നമ്മൾ സർക്കിളിലെ ഇങ്ങനെ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആർക്ക് എന്ന് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആണോ? അപ്പോ ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇതിനെന്ത് വിളിക്കും? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്ക്. ഓക്കെ, ഇനി ഈ ആർക്ക് നമ്മൾ ഇപ്പൊ സപ്പോസ് നമ്മൾ ഇത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ബാക്കി ഈ വൈറ്റ് പോർഷൻ കണ്ടോ, ബാക്കി ഈ വൈറ്റ് പോർഷൻ, ബാക്കിയുള്ള ഒരു ആർക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള ഭാഗത്തെ ബാക്കി ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് കോംപ്ലിമെന്ററി ആർക്ക്. എന്താ വിളിക്കുക? കോംപ്ലിമെന്ററി ആർക്ക്. അപ്പൊ ആ ഒരു പേര് കൂടെ കേൾക്കുമ്പോ ഇനി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇപ്പൊ എന്തായിരുന്നു, ഒരാർക്ക് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആർക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തിനെയും സർക്കിളിന്റെ ബാക്കിയുള്ള ഒരു ആർക്ക്, അതായത് ഈ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് രണ്ട് കുഞ്ഞു പീസ് കിട്ടുമല്ലോ. ഒന്ന് ഇങ്ങനെ ഒരു ഭാഗം, പിന്നെ ഇങ്ങനെ എന്തുണ്ടാവും, അതിന്റെ ബാക്കി എന്തുണ്ടാവും, ഒരു വലിയൊരു പീസും ഇല്ലേ. അപ്പോ ഇതിനെ നമ്മൾ ആർക്കെന്ന് വിളിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? കോംപ്ലിമെന്ററി ഓഫ് ദാറ്റ് ആർക്ക്, അല്ലെ? ഒരു ആർക്കിനെ ബന്ധപ്പെടുത്തി അതിന്റെ ബാക്കിയുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് കോംപ്ലിമെന്ററി ആർക്ക്. അപ്പോ അതും കൂടിയും ഓർമ്മിച്ചു വെക്കുക കേട്ടോ. മലയാളത്തിലാണെങ്കിൽ ആർക്കിനെ ചാപം എന്നും കോംപ്ലിമെന്ററി ആർക്കിനെ മറു ചാപം എന്നും വിളിക്കും. അപ്പൊ അതുകൂടെ ഒന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇനി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്കിൾ തന്നു, എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ സർക്കിളിന്റെ 1/3 പാർട്ട് 1/3 ഓഫ് ദി സർക്കിൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ കാണാറ്? ആണോ 1/3 അല്ലെ? 1/3 ഭാഗം, ഈ സർക്കിളിന്റെ 1/3 ഭാഗം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യാറ്? അപ്പൊ ഇതിന് നമുക്ക് എന്തറിയാം? ഇവിടെ ഒരു സെന്റർ ഓ ഉണ്ടാവും. ആ ഓയുമായി റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് വരക്കാറുണ്ട്? നമുക്ക് 1/3 കാണുമെങ്കിൽ നമ്മൾ എത്ര ഭാഗം കാണാൻ പറഞ്ഞാലും നമുക്കറിയാം ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണോ? അപ്പൊ എന്ത് ചെയ്യും നമ്മള്? 1/3 360ന്റെ 1/3 ഭാഗം കണ്ടാൽ പോരെ? ഓക്കെ, നമുക്ക് ആദ്യം സെൻട്രൽ ആംഗിൾ കിട്ടണം. എന്നിട്ട് സെൻട്രൽ ആംഗിൾ നീട്ടി വരച്ചാൽ പോരെ? അപ്പൊ നമ്മൾ എന്ത് വേണം? 1/3 × 360 എന്ന് വേണം. ഇത് ക്യാൻസൽ ചെയ്യുന്ന ടൈമിൽ എന്ത് വരും? 12 120 എന്ന് വരും. അപ്പൊ 120 ഡിഗ്രി ആയിരിക്കും എന്ത്? സെൻട്രൽ ആംഗിൾ വരിക. 1/3 ഡിഗ്രി അല്ലെങ്കിൽ 1/3 ഓഫ് ദി സർക്കിൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര വരണം? 120. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സർക്കിളിന് ആദ്യം ഒരു റേഡിയസ് വരക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്രാക്ടർ എടുത്തിട്ട് 120 ഡിഗ്രി മാർക്ക് ചെയ്യും. ആണോ? അപ്പൊ ഇത് നമ്മൾ മാർക്ക് ചെയ്തപ്പോ നമുക്ക് 120 ഡിഗ്രി എന്ന് വരച്ച് കിട്ടി. എന്നിട്ട് അടുത്ത റേഡിയസ് വരച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആർക്കായിരിക്കും എന്ത്? 1/3 പാർട്ട് ഓഫ് ദി സർക്കിൾ. ആണോ? 1/3 പാർട്ട് ഓഫ് ദി സർക്കിൾ. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിലെ ഇനി സെഗ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1/3 ഓഫ് ദി ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഉള്ളിലുള്ള ഈ ഏരിയ ആയിരിക്കും എന്ത്? 1/3 ഓഫ് ദി ഏരിയ. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇനി വേറൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചാട്ടോ, എങ്കിലും ഇവിടെ നിന്ന് ഓർമ്മ പുതുക്കുന്നുണ്ട്. 1/4 ഓഫ് ദി സർക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1/4 ഓഫ് ദി സർക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്? ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? 360. അപ്പൊ 360ന്റെ 1/4 കണ്ടാൽ മതി. അപ്പൊ 1/4 × 360 ഡിഗ്രി ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും? സെൻട്രൽ ആംഗിൾ എത്ര കിട്ടും? അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായി വരക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്യാൻസൽ ചെയ്യുന്ന ടൈമില് 4 36 പോയി കഴിഞ്ഞാൽ 9 90 എന്ന് വരും. അപ്പൊ 90 ഡിഗ്രി ആയിരിക്കും എന്ത്? സെൻട്രൽ ആംഗിൾ. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ അത് വരക്കുന്ന ടൈമില് ആദ്യം നമ്മൾ എന്ത് വരച്ചു? നേരത്തെ മാതിരി തന്നെ നമ്മൾ എന്ത് വരച്ചു? ഇപ്പൊ ഒരു റേഡിയസ് വരച്ചു. ഇവിടെ സെന്റർ ഉണ്ടെങ്കിൽ ഒരു റേഡിയസ് വരച്ചു. പിന്നെ നമുക്ക് എന്തുണ്ട്? 90 ഡിഗ്രിയാണ്. അപ്പൊ പ്രൊട്രാക്ടറോ സെറ്റ് സ്ക്വയറോ എന്തെങ്കിലും എടുത്തിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആ 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇതായിരിക്കും നമ്മളെ എന്ത്? സർക്കിളിന്റെ 1/4 പോർഷൻ. ക്ലിയർ ആണോ? അതെന്തായിരിക്കും? 1/4 ഓഫ് ദി സർക്കിൾ ആയിരിക്കും. ഇനി സെഗ്മെന്റ് അല്ല സെക്ടർ ചോദിക്കുകയാണെങ്കിൽ 1/4 സെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും. സർക്കിളിന്റെ എന്ത്? കാൽഭാഗം അല്ലെ? ഇങ്ങനത്തെ എത്ര പീസ് ഉണ്ടാവും? 4 പീസ് ഉണ്ടാവില്ലേ ടോട്ടല്? 1 2 3 4. അത് ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ വരച്ചതിലുള്ള മിസ്റ്റേക്ക് ആണ്.
അപ്പൊ അത് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെച്ചു. അപ്പൊ നമുക്ക് ഇനി എത്ര പോർഷൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വരക്കാൻ പറ്റൂലേ. ഇനി 1/5 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1/5 ഇൻറ്റു 360 ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സെൻട്രൽ ആംഗിൾ കിട്ടും. ആ സെൻട്രൽ ആംഗിൾ വരക്കുക. അപ്പൊ നമുക്ക് എത്ര പാർക്ക് വേണേൽ വരക്കാൻ പറ്റും. ഇതെന്തായിരുന്നു? 1/3 ഓഫ് ദി സർക്കിൾ ആയിരുന്നു. 1/3 ഓഫ് ദി റിംഗ് സർക്കിൾ ആയിരുന്നു. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കാനുള്ളത് കുറച്ച് കാര്യങ്ങൾ. ഇനി ഈ ചാപ്റ്ററിലേക്ക് പതിയെ കിടക്കണം കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം നമ്മൾ പറയാൻ പോവാണ്. കുറച്ച് റിസൾട്ടുകളാണ്. നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കാര്യത്തിലേക്ക് വരികയാണ്. അപ്പൊ മക്കളെ ഒന്ന് നോക്കിക്കോ. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്ങനെ വന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇവിടെ ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. സെന്ററിനെ ഞാൻ O എന്ന് വിളിച്ചു. ഇനിയിപ്പോ ഞാനിങ്ങനെ കണക്ട് ചെയ്ത് റേഡിയസ് വരച്ചു. ഇപ്പൊ നമുക്കൊരു ആർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആണോ? ഒരു ആർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ആർക്ക് എന്ന് വിളിക്കും. ബാക്കിയുള്ളതിനെ നമ്മൾ കോംപ്ലിമെന്ററി ആർക്ക് എന്നൊക്കെ വിളിക്കും. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ ആർക്ക് ഏതാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആർക്ക് ഏതാണ്? ഈ ഗ്രീൻ കളറിലുള്ള ആർക്ക് ആണോ? ഗ്രീൻ കളറിലുള്ള ആർക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ഭാഗം അതിന്റെ കോംപ്ലിമെന്ററി ആർക്ക്. ഇനി പറയുന്നത് ഈ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഈ ആർക്ക് 2 എൻ പോയിന്റ്സ് ഇല്ല. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. ആണോ? അതല്ല 2 എൻ പോയിന്റ്സ്. ഈ എൻ പോയിന്റ്സിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് എങ്ങോട്ട് ജോയിൻ ചെയ്ത് നമ്മൾ ഇത് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 2 എൻ പോയിന്റ്സ് ഒന്നും നമ്മൾ സർക്കിളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന റിസൾട്ട് എന്താണെന്നറിയോ മക്കളെ? ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട്, ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിള് അതിന്റെ നേരെ പകുതിയായിരിക്കും. ക്ലിയർ ആണോ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പൊ ഇതിൽ വേറൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ ഇവിടെ ഇപ്പൊ സെന്ററിന്റെ സർക്കിളിന്റെ ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ ഒരു 70 ഡിഗ്രി ആണെങ്കിൽ അപ്പോ ഈ ആർക്കിന്റെ 2 എൻ പോയിന്റ്സ് ഇവിടെ അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ സർക്കിളിലോട്ട് ബാക്കി കോംപ്ലിമെന്ററി ആർക്ക് അല്ലെ? ഈ ആംഗിൾ നമ്മൾ എങ്ങോട്ടാ വരക്കുന്നത്? ഇത് ആർക്കാണെങ്കിൽ ബാക്കി നമ്മൾ വരക്കുന്നത് എങ്ങോട്ടാ? കോംപ്ലിമെന്ററി ആർക്കല്ലേ? അല്ലെ? ഇതിലോട്ടല്ലേ? ബാക്കിയുള്ള ഭാഗത്തിലോട്ടല്ലേ? അപ്പൊ ഇത് എത്രയായിരിക്കും? അതിന്റെ നേരെ പകുതി ആയിരിക്കും. 35 ഡിഗ്രി ആയിരിക്കും. ഡൗട്ടില്ലല്ലോ? ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ വരച്ചു നോക്കാൻ എന്താവോ? നേരത്തെ നമ്മളൊരു 90 ഡിഗ്രി വരച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഇങ്ങനെ 90 ഡിഗ്രി ഉണ്ട് വിചാരിക്കുക. ഇതാണ് എന്ത് 90 ഡിഗ്രി. അപ്പോ ഇതിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് നമ്മൾ അതിന്റെ കോംപ്ലിമെന്ററി സർക്കിളിന്റെ ബാക്കി കോംപ്ലിമെന്ററി ആർക്കിലേക്ക് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ 90യുടെ പകുതി എന്തുണ്ടാവും? 45 ഡിഗ്രി ഉണ്ടാവും. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് എത്രയായിരിക്കും? എക്സിന്റെ പകുതി, x/2 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ആർക്ക് ഏതാണ് നമ്മൾ ആർക്ക്? ഇത്. ഈ ഒരു ആർക്ക് അതിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ നേർപകുതി ആയിരിക്കും. അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണോ? ബാക്കി വെള്ള ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? കോംപ്ലിമെന്ററി ആർക്ക് അല്ലെ? കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ നേർ പകുതി ആയിരിക്കും. അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് റിസൾട്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇത് ക്ലിയർ ആയോ? നോക്ക്, ക്ലിയർ ആയോ? വേണമെങ്കിൽ നമുക്കിനി കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്കിനി നോക്കാം. ഇതെപ്പോ മാത്രമാണ് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ മാത്രമായിട്ട് നമുക്ക് പകുതിയാണെന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ലാണ്ട് ഒരാർക്ക് തന്നിട്ട് നിങ്ങളോട് പറയാണ് ഇങ്ങോട്ടുണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് തന്നു, ഇതിപ്പോ ഒരു 30 ഡിഗ്രിയാണ് തന്നു, പക്ഷെ സർക്കിളിന്റെ സെന്റർ ഇവിടെയാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് പറയാൻ പറ്റില്ല. ഇവിടെ 15 ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് എപ്പോഴത്തെ കേസ് മാത്രമാണ്? ഈ ഒരു ആംഗിൾ സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ബാക്കി കോംപ്ലിമെന്ററി ആർക്കിൽ എവിടെ നമ്മൾ ആംഗിൾ ഉണ്ടാക്കിയാലും അതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ അതൊന്ന് വ്യത്യാസം മനസ്സിലാക്കി വെച്ച് പഠിക്കുക കേട്ടോ.
അപ്പൊ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ O ഉണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ ഒരു ആർക്ക് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഇതൊരു 60 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ആംഗിൾ എന്ന് വെച്ചാൽ നേരെ അതിന്റെ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു വ്യത്യാസം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് ഇനി കുറച്ചധികം എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ സപ്പോസ് ഇവിടെ നിങ്ങൾക്ക് തന്നു ഇതൊരു എത്രയാണെന്ന് തന്നു, ഇതൊരു 80 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് തന്നു. അപ്പോ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടാവും? 80ന്റെ നേരെ പകുതി അല്ലെ? ഈ ഒരു ആർക്ക്, ഇവിടെ ഈ ആർക്കിന് പേര് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ ABC എന്ന് പറയുന്ന ആർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 80ന്റെ നേരെ പകുതി 40 ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ? ഇനി അതുപോലെ ഈ ഒരു ABC, ഇവിടെയും നമ്മൾ ABC എന്ന് പറയുന്ന ഒരു ആർക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ABC, ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് വേണമെങ്കിൽ കാണിക്കാട്ടോ. ABC എന്ന് പറയുന്ന ഒരു ആർക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സപ്പോസ് ഒരു 110 ഡിഗ്രി ആണെങ്കിൽ അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അപ്പൊ എത്ര ആയിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? അതുപോലെ ഇപ്പൊ ഈ ഒരു ഫിഗറിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു 140 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 140 ഡിഗ്രി ആണ് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എങ്കിൽ ഈ ഒരു ആർക്കിന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട് ABC. അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 70. 140ന്റെ നേരെ പകുതി 70 മക്കളെ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കടാ, ഇത് നമ്മളിങ്ങനെ കൊടുന്ന് നമ്മൾ ഇതിനിങ്ങനെ കംപ്ലീറ്റ് ഒറ്റ ലൈനാക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് അർത്ഥം ആണോ? ABC എന്ന് പറയുന്ന നമ്മുടെ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഇതിന്റെ അർത്ഥം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അപ്പൊ അതിന് കോംപ്ലിമെന്ററി ആർക്ക് അല്ലെ? ഈ ഒരു ആർക്കിന്റെ ബാക്കിയുള്ള ഭാഗമല്ലേ ഇത്? അതിന്റെ കോംപ്ലിമെന്ററി ആർക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ നേരെ പകുതി ആയിരിക്കും. അപ്പൊ 180ന്റെ പകുതി എന്തായിരിക്കും? 90 ഡിഗ്രി. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഈ ഒരു ഫിഗർ കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ നിങ്ങളിപ്പോ എന്ത് കണ്ടു കഴിഞ്ഞു? ഇങ്ങനെ പകുതി വരും എന്നല്ലാതെ ഇത് എങ്ങനെയാ വന്നു എന്നോ ഇതിനുള്ള കാരണം എന്താണെന്നോ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതെങ്ങനെയാ വന്ന് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനൊരു കണക്ഷൻ വരയ്ക്കാൻ പോവാണ്. അതായത് ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലോട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാൻ പോവാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് പ്രൂവ് ചെയ്യാനുള്ളത് അത് എങ്ങനെ വന്നെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ഉള്ളത് എക്സ് ആണെങ്കിൽ ഇവിടെ ഉള്ളത് എങ്ങനെയാണ് ഇതിന്റെ പകുതിയായിട്ടുള്ള x/2 ആയത്? ഇതിനുള്ള കാരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഇത് ജോയിൻ ചെയ്ത് നോക്കണം. അതായത് ഇത് സർക്കിളിന്റെ സെന്റർ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തുകൂടെ? ഇങ്ങനെ ജോയിൻ ചെയ്തുകൂടെ? ഓക്കെ, ഈ ഒരു ജോയിന്റ് നമ്മൾ വരച്ചു നോക്കാൻ പോവാണ്. അപ്പൊ നമുക്കൊന്ന് ആദ്യം നോക്കാം. ഓക്കെ, അത് ജോയിൻ ചെയ്തപ്പോ നമ്മുടെ ഫിഗർ ഇങ്ങനെ വന്നു. അപ്പൊ ഇതെന്തുണ്ടാവും? നമ്മൾ ഈ യെല്ലോ ലൈനിൽ ജോയിൻ ചെയ്ത് വരച്ചു. അപ്പൊ ഞാൻ ഇതിനെ ഓന്ന് വിളിക്കുകയാണെങ്കിൽ മക്കളെ, ഇനി നോക്ക്, ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ടാവുന്നുണ്ട്. കാണുന്നുണ്ടോ? ഒന്ന് ഈ ഒരു ട്രയാങ്കിളും പിന്നെ അതുപോലെ ഈ ഒരു ട്രയാങ്കിളും. അങ്ങനെ മൊത്തത്തിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടാവുന്നുണ്ട്? 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ആദ്യം അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ഒരു ഓരോ ട്രയാങ്കിളിലും നമ്മൾ ഒരു ആംഗിൾ കൊടുക്കാൻ പോവാണ്. അപ്പോ ഇവിടെ ഈ ഒരു ട്രയാങ്കിളില് x ഡിഗ്രി ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കടാ, ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലേ? ഈ പറയുന്ന ട്രയാങ്കിൾ നോക്ക്, AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഇതാ ഈ സൈഡിലുള്ള ഈ ഒരു ട്രയാങ്കിൾ AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ ഐസോസ്ലസ് ആണ്. ട്രയാങ്കിൾ AOB ഈസ് ഐസോസ്ലസ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണാണ്. അതല്ലേ? 2 സൈഡ് ഈക്വൽ ആയ ത്രികോണം. കാരണം എന്താണ്? ഇത് സർക്കിളിന്റെ റേഡിയസ് ആണ് A to O എന്ന് പറയുന്നത്. AO എന്ന് പറയുന്നതും എന്താണ്? റേഡിയസ് ആണ്. അതുപോലെ BO എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്. അപ്പൊ 2 സൈഡ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? AOB എന്ന് പറയുന്നത് എന്താണ്? AOB എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ അത് ആദ്യം കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് ഇവിടെ എക്സ് ആണെങ്കിൽ ഈ റേഡിയസിന്റെ ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഇവിടെയും എത്ര ഡിഗ്രി തന്നെ വരും? X ഡിഗ്രി വരും. അതിൽ ഡൗട്ട് ഇല്ലല്ലോ? അതുപോലെ അപ്പോ സിമിലർലി ഒരു ട്രയാങ്കിൾ BOC
ട്രയാങ്കിൾ BOC എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ BOC എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഐസോസിലസ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഇപ്പൊ ഒരു y ഡിഗ്രി ആണെങ്കിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും, y ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടത് ഏതൊക്കെയാണ്, ഒന്ന് ഈ ഒരു ആംഗിള് ആണോ, ഈ ഒരു ആംഗിളും പിന്നെ സെൻട്രൽ ആംഗിളും തമ്മിലാണ് കണക്ഷൻ വേണ്ടത് ആണോ. ഈ രണ്ട് ആംഗിൾസ് തമ്മിലാണ് നമുക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് നോക്കേണ്ടത് അല്ലെ. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഇവിടെ ഉള്ളതിന്റെ നേരെ പകുതി ആയിരിക്കും മുകളിലുള്ളത് ആണോ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് ഇനി ബാക്കിയുള്ള ഈ രണ്ട് ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ടോട്ടൽ 150 ഡിഗ്രി ആണ് ആണോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആംഗിൾ AOB എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 150 ഡിഗ്രി ഇന്ന് ബാക്കിയുള്ള ആംഗിൾ ഏതൊക്കെയാണ്, എക്സും അല്ലേ, 2x ആണോ, x+x കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 180 - 2x ആയിരിക്കും എന്ത്, ഈ ഒരു ആംഗിള്. അപ്പൊ ഈ ഒരു ആംഗിൾ ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ത്, 180 - 2x എന്ന്. ഡൗട്ടില്ലല്ലോ. ഇനി അതുപോലെ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചൂടെ, ആംഗിൾ BOC രണ്ടാമത്തെ ട്രയാംഗിൾ കേട്ടോ. രണ്ടാമത്തെ ട്രയാംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും സമയം എന്ത് കിട്ടണം, 180. അപ്പൊ ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 180 y+y കുറച്ചാൽ മതി. അപ്പോ 180 - 2y എന്ന് വരും. ഇതുവരെ ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിളും കിട്ടി, ഈ രണ്ട് ആംഗിളും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി മക്കളെ നിങ്ങൾ അടുത്തത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്, 150 ഡിഗ്രി ആണ് ആണോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആംഗിളും കിട്ടിക്കഴിഞ്ഞു, ഈ ഒരു ആംഗിളും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് പിടിച്ചൂടെ. എങ്ങനെയാ കണ്ടുപിടിക്കുക, ടോട്ടൽ 360 ആണ് അല്ലെ. സം ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ആണ്. 360 നമ്മൾ എന്ത് കുറച്ചാൽ മതി, ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടി എത്രയാണെന്ന്, 180 - 2x ആണെന്ന് കിട്ടി. ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് കിട്ടി, 180 - 2y ആണെന്ന് കിട്ടി. അത് രണ്ടും അങ്ങോട്ട് കുറച്ചാൽ പോരെ. അപ്പൊ 360 നമ്മൾ എന്തൊക്കെ കുറക്കണം, ഒരു 180 - 2x 180 - 2y കൂടി കൂട്ടിയത് അങ്ങോട്ട് കുറച്ചാൽ മതി. ഓക്കെ ആണോ? ഡൗട്ടില്ലല്ലോ. അപ്പൊ എന്ത് വരും, 360 ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചെയ്യാനുള്ളത് ആദ്യം ചെയ്യാം. 180 ഉണ്ട്, ഒരു 150 ഉണ്ട്, രണ്ടും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ 360 ആയി. പിന്നെ ആരുണ്ട്, ഒരു -2x ഉണ്ട്, ഒരു -2y ഉണ്ട്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ -2x - 2y അങ്ങനെ തന്നെ കിട്ടും. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും, 360 -360, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആവും. അപ്പൊ -2x മാറി എന്താവും, +2x ആവും, +2y ആവും. 360 - 360 0 ആയി. ബാക്കി 2x + 2y എന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് 2നെ കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, x + y. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ആംഗിൾ അല്ലെ, ഇതല്ലേ നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഈ ഒരു ആംഗിൾ എന്ത് നമുക്ക് കിട്ടി, 2 × x + y എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കിട്ടിയ കാര്യം എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് വൃത്തിക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ, നോക്കിക്കോ. കിട്ടിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ ഒരു ടോട്ടൽ ആംഗിൾ നമുക്ക് എത്രയായിരുന്നു അല്ലെ, ഇവിടെ എക്സും ഇവിടെ വൈയും. അപ്പൊ ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരുന്നു, ശ്രദ്ധിച്ചോ, x + y എന്ന് എഴുതി കൂടെ. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് പ്രൂവ് ചെയ്ത് തന്നപ്പോ ഈ ഒരു ആംഗിൾ എന്ത് കിട്ടി, 2 × x + y അല്ലെ. അതായത് x + yയുടെ ഡബിള് 2 × x + y. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഇവിടെ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 2 × 30 60 ഡിഗ്രി. ഇപ്പൊ ഐഡിയ കിട്ടിയോ? അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് മനസ്സിലായോ? അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് എപ്പോഴാണ്, ഇത് സെൻട്രൽ ആംഗിൾ ആകുമ്പോൾ മാത്രം കേട്ടോ. ഇത് സെൻട്രൽ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മാത്രമല്ല നമുക്ക് ടോട്ടൽ 360 ഡിഗ്രി ഇങ്ങനത്തെ കണക്ഷനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതെ, എങ്ങനെയാ ഇത് വന്നത്, ആദ്യം നമ്മള് ഫസ്റ്റത്തെ ട്രയാംഗിളിൽ നിന്ന് ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 180 - 2x എന്ന് കിട്ടി. അതേമാതിരി രണ്ടാമത്തെ ട്രയാംഗിളിൽ നമ്മൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 180 - 2y എന്ന് കിട്ടി. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബാക്കിയുള്ള ഈ ഒരു പോർഷനാണ്. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ എത്ര ഉണ്ട്, 360 ഡിഗ്രി ഉണ്ട്. അന്ന് നമ്മൾ ഫസ്റ്റത്തെ രണ്ട് ആംഗിൾ ആയിട്ടുള്ള 360 ഫസ്റ്റ് ആംഗിൾ ആയിട്ടുള്ള 180 - 2x 180 - 2y കൂടി കൂട്ടിയത് കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 × x + y അല്ലെ. നമ്മൾ ഫസ്റ്റ് എടുത്തത് x + y ആയിരുന്നു. ഇപ്പൊ 2 × x + y, അതായത് × 2 ഡബിൾ ആവുക. ഇത്രയെന്നുള്ള ഐഡിയ. എക്സും വൈ ഒക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കൊടുത്താണ്. അപ്പൊ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ എത്രയാണോ, ഇവിടെ നമുക്ക് x + y എന്ന് എടുത്തപ്പോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2 × x + y അല്ല. അതായത് ഇവിടെ ഉള്ളത് എന്താണോ അതിന്റെ ഡബിള് അല്ലെ. അപ്പൊ ഈ x + y നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം.
ഓക്കെ, ഇവിടെ ഇപ്പൊ ഒരു സി ആണെങ്കിൽ സി ഡിഗ്രി അല്ലെ, സി എന്താവാം 120 ആവാം, എന്തും ആവാം, 90 ആവാം, 80 ആവാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും, നേരെ അതിന്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് പഠിക്കാനുള്ള റിസൾട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ക്ലിയർ ആക്കാതെ ഇപ്പം കേസിൽ മാത്രമാണ് സെൻട്രൽ ആംഗിള്, അതായത് ഒരാർക്ക് അതിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ സി ആണെങ്കിൽ അതിന്റെ നേർ പകുതി ആയിരിക്കും എന്ത്, അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്ക് അല്ലെ, കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് അല്ലെ, ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണോ അതിന്റെ നേർ പകുതി ആയിരിക്കും അത് അതിന്റെ മറു ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ്. അങ്ങനെയും ഓർത്തു വെക്കാം. അപ്പൊ ഇതുവരെ ക്ലിയർ ആണോ? അപ്പൊ ഇനി ഇതെന്താണ്, സർക്കിളിന്റെ സെന്റർ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സി ആണെങ്കിൽ ഇതെത്രയാണ്, ഇത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ, ഇതെന്തായിരിക്കും C/2 ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ വേറെ, ഇനി നമുക്ക് ഒറ്റ ആംഗിൾ ഒന്നല്ലല്ലോ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമുക്ക് വേറെയും ഉണ്ടായിക്കൂടെ. ഇപ്പൊ സപ്പോസ് ഞാന് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കി, ഇതും എന്ത് തന്നെയാണ് അല്ലെ, ഇതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇതും, അപ്പൊ എന്ത് തന്നെയായിരിക്കും C/2 ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അതുപോലെ നമ്മൾ ഇവിടെ വേറൊരു ആംഗിൾ ഉണ്ടാക്കി, അതും എന്ത് തന്നെയായിരിക്കും C/2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ എത്ര ഒരു ആംഗിൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് എൻ പോയിന്റ്സും തുടങ്ങുന്നത് നമ്മുടെ ആർക്കിന്റെ ഭാഗത്തു നിന്നായിരിക്കണം. അതായത് സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കിയത് ഏത് ആംഗിൾ ആണോ അത് തന്നെ ആയിരിക്കണം. ആണോ? അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ആംഗിൾ ഇപ്പൊ അതൊരു 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഈ ഒരു ആംഗിൾ എന്തായിരിക്കും നമുക്ക് ആദ്യം അറിയാം, ഇതൊരു 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതെന്താണ്, ഇവിടെ തന്നെ തുടങ്ങും ഇവിടെ തന്നെ എൻഡ് ചെയ്യും വേണ്ടോ. അപ്പൊ ഇങ്ങനെ നോക്കുക, അപ്പൊ ഈ ഒരു ആംഗിൾ എന്ത് തന്നെയായിരിക്കും, ഇതൊക്കെ ഇതിന്റെ സപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല, ഇതും 60 ആയിരിക്കും. ഇങ്ങോട്ട് നമ്മളൊരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഇതും 60 ആയിരിക്കും. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ചെരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ ഇനി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതും എത്ര ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതൊന്ന് ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രമല്ല, ഇനി നമുക്ക് ഇഷ്ടംപോലെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആംഗിൾസ് നമ്മൾ വരയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഒരു ചിത്രം തന്നതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആംഗിൾ തുടങ്ങുന്നത് ഏത് ആർക്കെന്നാണ് നോക്കുക. ഈ ഒരു ആർക്കല്ലേ, ഇതപ്പൊ ഞാൻ പേര് കൊടുക്കുകയാണെങ്കിൽ ABC എന്ന് പറയുന്ന ഒരു ആർക്കാണ്, ABC അല്ലെ, ആർക്ക് ABC ആണ്. ഈ ആർക്ക് ABC സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്, C ഡിഗ്രി അല്ലെ. ഇതൊക്കെ എന്താണ്, ബാക്കിയുള്ള ആംഗിൾ ABC എടുത്തു കഴിഞ്ഞാലും ആംഗിൾ ADC എടുത്തു കഴിഞ്ഞാലും ആംഗിൾ ABC എടുത്തു കഴിഞ്ഞാലും ആംഗിൾ ADC എടുത്തു കഴിഞ്ഞാലും എല്ലാതും അതിന്റെ സപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അതൊക്കെ എന്ത് തന്നെ ആയിരിക്കും, C/2 ഡിഗ്രി തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇതിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്, ഇനി നമ്മളെ പല ഫിഗറും നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ അങ്ങനത്തെ ഫിഗറുകൾ കാണണം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ സെൻട്രൽ ആംഗിളും അതേമാതിരി എന്റെ കോംപ്ലിമെന്ററി ആർക്കിലുള്ള ആംഗിൾ തന്നെ ആയിരിക്കും. അപ്പൊ ഫിഗർ കാണുമ്പോൾ അത് അതാണെന്ന് മനസ്സിലാക്കാൻ ആദ്യം റെഡി ആവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഫിഗേഴ്സ് നോക്കാം. എന്നിട്ട് അത് എങ്ങനെയാ വന്നു എന്നുള്ളത് കൂടെ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഏറെക്കുറെ മനസ്സിലായി എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ ഫസ്റ്റ് റിസൾട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരാർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അല്ലെ, ഒരാർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ നേർപകുതി ആയിരിക്കും അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്ക് അല്ലെ. ഈ ഗ്രീൻ പാർട്ട് മുഴുവൻ കോംപ്ലിമെന്ററി ആർക്കാണല്ലോ. അപ്പൊ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ വരക്കാം. ആണോ? ഇവിടെ നമ്മൾ 3 വരച്ചിട്ടുണ്ട്, ഇനി എത്രണ്ണം വേണമെങ്കിൽ വരക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ നേർപകുതി ആയിരിക്കും അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇതൊന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതാണ് നമ്മുടെ ആർക്ക്. ആണോ? ഇതിന്റെ സെന്റർ ആണെങ്കിൽ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇപ്പൊ ഞാൻ ഇതിനൊരു 30 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ, അപ്പോ നോക്കടാ, ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. പക്ഷെ നോക്ക്, ഈ ABC എന്ന് പറയുന്ന ഒരു ആർക്ക്, ABC, ഈ ABC എന്ന് പറയുന്ന ആർക്ക് എന്താണ് ശരിക്ക്, ആംഗിൾ ABC എന്ന്, ABC അല്ല, ആംഗിൾ ACB ട്ടോ. ആംഗിൾ ACB എന്ന് പറയുന്ന ആംഗിൾ അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ. കോംപ്ലിമെന്ററി ആർക്കാവുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വരക്കാം, അങ്ങോട്ടൊക്കെ വരക്കാം. അപ്പൊ ഇത് എത്രയായിരിക്കും, 15 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ,
അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഒരു ഡൗട്ട് വരാനൊന്നുമില്ല. അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഇത് കേട്ടോ, ഇങ്ങനത്തെ ഫിഗർ വന്നു കഴിഞ്ഞാലും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എവിടെ മാത്രമാണ്, നമുക്ക് ഇത് തെറ്റാന്നിരിക്കുക. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഈ എൻ പോയിന്റ്സ് ശ്രദ്ധിക്കുക. പിന്നെ ഇത് സെന്റർ തന്നെ ആണോ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിക്കണോ നോക്കുക. സെൻട്രൽ ആംഗിളും ബാക്കി എന്താണ്, അപ്പൊ ബാക്കി ഇതെന്താണ്, കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പൊ ഇത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഓക്കെ, അപ്പൊ ഫിഗർ എങ്ങനെ തന്നാലും ഡൗട്ട് ഉണ്ടാവരുത്. അപ്പൊ ഫസ്റ്റത്തെ ഈ ഒരു ഫിഗർ മനസ്സിലാക്കി വെക്കുക. സോ ഇനി ഈ ഒരു ഫിഗർ നോക്കുക. ഞാനിതാ എ ബി സി അല്ലെ, എ സി ബി എന്ന് പറയുന്ന ആർക്കാണെങ്കിൽ ഇത് സെന്റർ ആക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സെന്റർ ആണെങ്കിൽ ഇതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് സി ആണോ? എന്നാ നോക്ക്, ഇത് ഒറ്റ ലൈൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു ആംഗിള് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള്, ബാക്കി ഈ ഒരു ആംഗിൾ എന്താണ്? അപ്പോ ഈ എ ഡി ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? ഇത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കല്ലേ? ഇങ്ങനെ ഒറ്റ ലൈൻ ആണ് വെച്ചിട്ട് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് എൻ പോയിന്റ്സ് അല്ലെ, രണ്ട് ആംഗിളും തുടങ്ങുന്നത് ഇവിടെയാണ്. അതുപോലെ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. മറ്റേ ആംഗിള് രൂപപ്പെടുന്നത് എവിടെയാണ്? കോംപ്ലിമെന്ററി ആംഗിളും ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? C/2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിൽ ഇതിപ്പോ ഒരു 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഇപ്പൊ ഇതൊരു 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഇപ്പൊ എത്ര ആയിരിക്കും? ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഫിഗർ. കൺഫ്യൂഷൻ വരുന്ന ഫിഗേഴ്സ് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് പുതിയ റിസൾട്ട് ഒന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. കൺഫ്യൂഷൻ വരുന്ന ഫിഗേഴ്സ് മാത്രമാണ്. അപ്പൊ നമുക്ക് അടുത്ത ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ഫിഗർ. ഞാൻ പറയുന്ന ആർക്ക് നോക്കേ, എ ബി സി എന്ന് പറയുന്ന ഒരാൾക്ക്. ഈ ഒരു ആർക്ക് നോക്കടാ, ഈ ഒരു ആർക്ക് ഇത് സെന്റർ ആണെങ്കിൽ ഇത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എത്ര? ഇതിപ്പോ ഞാനൊരു 30 ഡിഗ്രി തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് നോക്ക്, ഇത് ആർക്കാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗവും അതിന്റെ കോംപ്ലിമെന്ററി ആർക്കല്ലേ. അപ്പോ ഈ ആംഗിൾ എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ എവിടെ ഉണ്ടാക്കുന്നതാണ്? അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് എത്ര ആയിരിക്കും? അതിന്റെ നേർപകുതി ആയിരിക്കും 15. ഇതൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്ന ഫിഗേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് വരച്ചു വെച്ചാൽ, റഫായിട്ട് വരച്ചു വെച്ചാൽ മതി. കൺസ്ട്രക്ഷൻ ഫിഗറിന് മാത്രം കറക്റ്റ് ആംഗിൾ ഒക്കെ എടുത്ത് വരച്ചു വെച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ റഫായിട്ട് നോട്ടിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റിസൾട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കൺഫ്യൂഷൻ വരുന്ന പാർട്ടും ആണ് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ഫിഗർ നോക്കാം. ഓക്കെ, അതായത് ഈ വലിയൊരു ആർക്ക് കാണുന്നുണ്ടോ? ഇതുവരെയുള്ള ഈ വലിയൊരു ആർക്ക്, ഈ ആർക്ക് അതിന്റെ സെന്ററിലാണ് ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? ഇതാണ്. ഇപ്പൊ ഇത് എന്തായാലും ഒരു 150നും കൂടുതലല്ലേ അല്ലെ? നിങ്ങൾക്ക് അത് അറിയുണ്ടാവും. ഇങ്ങനെ ഒരു ആംഗിൾ വന്നതിന് ഇതെന്തായിരിക്കും? ഒരു 150ലും ചെറുതായിരിക്കും. ആണോ? ലെസ് ദാൻ 150 ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് എത്രയാണെന്ന് അറിയും? 90 ഡിഗ്രി ആണെന്ന് അറിയും. ഓക്കെ, ഇത് ലെസ് ദാൻ 150 അല്ല, ലെസ് ദാൻ 90 ആണോ? ലെസ് ദാൻ 90 ആയിരിക്കും ഇത്. ഓക്കെ, ഇനി അപ്പോ 90, അതായത് 90ലും കുറവ്, പിന്നെ 90 ഇനി 90ലും കൂടുതൽ എങ്ങനെ വരും? ഇങ്ങനെയൊക്കെ തരികയാണെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. അപ്പൊ കാണുമ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. ഇനി ഇത് എത്ര ഡിഗ്രിയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇനി 180ലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ എങ്ങനെ പോകും? ഇങ്ങനെ വളയുകയാണെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. അതുകൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഞാനൊരു 220 ഡിഗ്രി ആണെങ്കിൽ മക്കളെ, അപ്പൊ നമുക്ക് ഈ ഒരു ആർക്ക് എ ബി സി എന്ന് പറയുന്ന ആർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെ, സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 220 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർക്കല്ലേ ഇത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കല്ലേ? ബാക്കിയുള്ള ഗ്രീൻ പോർഷൻ കോംപ്ലിമെന്ററി ആർക്ക് ചെറുതായി എന്നുള്ളൂ. അങ്ങനെ ആലോചിച്ചൂടെ? അപ്പൊ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത് അതിന്റെ നേർപകുതി ആയിരിക്കും എന്ന് പറയുമ്പോൾ 220ന്റെ പകുതി എത്രയാണ്? 110 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്തരം ഫിഗേഴ്സ്, ഇങ്ങനത്തെ കൺഫ്യൂഷൻ വരുന്ന ഫിഗർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഒന്ന് തന്നിട്ടുള്ളത് സെൻട്രൽ ആംഗിൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കുക. അത് ക്വസ്റ്റ്യന് പറയും ഇത് സെൻട്രൽ ആണെന്നോ സെൻട്രൽ ആംഗിൾ ആണോ എന്നുള്ളതിന് എന്തെങ്കിലും പ്രൂവ് അവിടെ ഉണ്ടോ നോക്കുക. സെൻട്രൽ ആംഗിളും പിന്നെ തുടങ്ങുന്നത് രണ്ട് ആംഗിൾ, സെൻട്രൽ ആംഗിൾ തുടങ്ങുന്നതും മറ്റേ ആർക്കിന്റെ ആംഗിൾ തുടങ്ങുന്നതും ഒക്കെ ഒറ്റ രണ്ട് പോയിന്റും സെയിം ആണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാൻ എന്ത് നേർപകുതിയായിരിക്കും. അപ്പൊ ഫസ്റ്റ് റിസൾട്ട് ക്ലിയർ ആണെന്ന് കരുതുന്നു. ബാക്കി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസും സെക്ഷനിലെ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.